പറഞ്ഞ പോലെ ഞാൻ കാഞ്ഞിരപ്പള്ളിയിലാണ് താമസിക്കുന്നത്. ഞാൻ ഈ ബിസിനസ് അവസരത്തിൽ വന്നിട്ട് അധികം നാളൊന്നും ആയില്ല, ഒരു 6-7 മാസമൊക്കെ ആയതേ ഉള്ളൂ. ഈ അവസരത്തിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ റെഡ് പേസ്റ്റ് ഉപയോഗിക്കാൻ ഇടയായി. പല്ലിന് ഭയങ്കര വേദനയും പുളിപ്പും കാരണം ഈ പേസ്റ്റ് ഉപയോഗിക്കാൻ ഇടയായി. ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കെ തന്നെയാണ് എന്നോട് ഈ അവസ്ഥ എന്റെ ലീഡേഴ്സായ ഷൈനി മേഡവും സയൻ സാറും അവരുടെ മകളായ ആതിര മേഡമാണ് ആദ്യം എന്നോട് ഈ ബിസിനസിനെ പറ്റി സംസാരിച്ചത്. അപ്പം ആതിര മേഡത്തിലുള്ളൊരു വിശ്വാസം കാരണവും പിന്നെ ഞാൻ ഈ റെഡ് പേസ്റ്റ് ഉപയോഗിച്ചൊരു റിസൾട്ട് ഉള്ളത് കൊണ്ടും ഞാൻ ഓക്കെ പറഞ്ഞു. അങ്ങനെ ഷൈനി മേഡവും സയൻ സാറും സുനീഷ് സാറും സന്തോഷ് സാറും രഞ്ജിത്ത് അമ്മ സാറും കൂടെ ഒരു ദിവസം എൻ്റെ വീട്ടിൽ വരികയും ഈ അവസരത്തെ പറ്റി സംസാരിക്കുകയും ചെയ്തു. അങ്ങനെ സംസാരിച്ചപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ആമവാദം ഒത്തിരി നാളുകളായിട്ട് വർഷങ്ങളായിട്ടുണ്ടായിരുന്നതാണ്. അപ്പൊ ഞങ്ങൾ കുറച്ച് പ്രോഡക്റ്റ് ഒക്കെ മേടിച്ചു, മേശപ്പുറത്ത് ഇങ്ങനെ വെച്ചു. ഉപയോഗിച്ചൊന്നും ഇല്ല. എല്ലാവർക്കും ഒരു പേടി ഉണ്ടായിരുന്നു ആദ്യം. എങ്ങനെ അമ്മയ്ക്ക് ഉപയോഗിക്കാൻ ഭയങ്കര ഒരു പേടി, എങ്ങനെയാണ് ഉപയോഗിച്ചാൽ എങ്ങനെ ആവുമെന്നോർത്ത്. എന്നിട്ട് അമ്മയാണെങ്കിൽ എപ്പോഴും ഇംഗ്ലീഷ് മരുന്നുകൾ മാത്രം ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെ മേടിച്ച് മേശപ്പുറത്ത് വെച്ചു. അതിനോട് തന്നെ അച്ഛന് ഒരു ചെറിയ കയ്യിലെ ഒരു വിരൽചുറ്റ് പോലെ ഒരു പഴുത്ത ഒരു വല്ലാത്തൊരവസ്ഥ എത്തി. അതും ഡോക്ടറെ കാണിച്ചു, മരുന്ന് മേടിച്ചിട്ടും ഒരു കുറവും കാണുന്നില്ല. തേക്കുന്ന അന്നേരത്തേക്ക് മാത്രം ഒരു കുറച്ച് കുറവ്. അങ്ങനെ വേദന കൂടിയ ദിവസം രാത്രി എന്നോട് ചോദിച്ചിട്ട്, ഈ മേടിച്ച് വെച്ചേക്കുന്ന പ്രോഡക്റ്റ് കൊണ്ട് എന്തെങ്കിലും എനിക്ക് തേച്ചാൽ എന്തെങ്കിലും ഒരു റിസൾട്ട് ഉണ്ടാവുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇത്ര പൈസ കൊടുത്ത് വാങ്ങിച്ചു വെച്ചതല്ലേ, അപ്പം ഒരു കാര്യം ചെയ്യുക, ഈ വുണ്ട് ഹീലിംഗ് ഒന്ന് എടുത്ത് തേച്ച് നോക്കെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ നന്നായിട്ട് അത് അപ്ലൈ ചെയ്ത് കൊടുത്തു. അത് തേച്ച് പിറ്റേ ദിവസം തന്നെ ഒരു റിസൾട്ട് എന്ന് പറഞ്ഞാൽ നല്ല വേദന മാറി. രണ്ടാമത്തെ ദിവസം തേച്ചു, അത് നന്നായിട്ട് മാറി എന്നുള്ളതാണ്. 1500 രൂപയോളം ഒരാഴ്ച ആശുപത്രി കൊണ്ട് കൊടുത്തതാണ്. വെറും 200 രൂപയുടെ ഈ പ്രോഡക്റ്റ് കൊണ്ട് അത് നന്നായിട്ട് മാറി. ഇന്ന് ഈ നിമിഷം വരെ ഒരു 6-7 മാസത്തിനുള്ളിൽ ഇന്ന് വരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. പിന്നീട് കയ്യിലെ പാടുപോലും ഇല്ല. അങ്ങനെ അതൊരു നല്ല റിസൾട്ട് ആയിരുന്നു എൻ്റെ വീട്ടിൽ കിട്ടിയത്. പിന്നെ അതുപോലെ കുഞ്ഞുങ്ങൾക്കാണെങ്കിലും പല്ലുവേദനയും അതുപോലെ ഒത്തിരി ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതെല്ലാം ഞങ്ങൾ ഒരു 2 ആഴ്ച കൂടുമ്പോൾ ആശുപത്രി പോകുന്നൊരു പ്രശ്നമായിരുന്നു ഞങ്ങൾക്ക്. കുഞ്ഞുങ്ങൾക്ക് 2 പേർക്കും ജലദോഷവും പനി, അങ്ങനെ ഓരോരോ അസുഖങ്ങൾ. അങ്ങനെ പിന്നെ പിള്ളേർക്ക് വേണ്ടി കവചപ്രാശം വാങ്ങിച്ച് ഉപയോഗിക്കാൻ തുടങ്ങി. റെഡ് പേസ്റ്റ് ഞങ്ങളുടെ വീട്ടിൽ സ്ഥിരമാണ്, പക്ഷേ ഹസ്ബൻഡ് ഉപയോഗിക്കുകയില്ല. ഞാനും പിള്ളേരും മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഒരു ദിവസം പല്ലുവേദന കണ്ടമാനം കൂടി കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഈ സാധനം തേച്ച പോകുന്ന ഉറപ്പല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഉറപ്പാണെന്ന് പറഞ്ഞു. അങ്ങനെ ഉറപ്പിന്റെ മേൽ അന്ന് രാത്രി തന്നെ ഉപയോഗിച്ചപ്പോഴേ പറഞ്ഞു, എനിക്ക് ഒരു നേരിയ വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ അന്ന് പിറ്റേ ദിവസം അടുപ്പിച്ച് 2 പ്രാവശ്യം പല്ലൊക്കെ തേച്ച് ഉപയോഗിച്ച് കഴിഞ്ഞപ്പം പുള്ളിക്ക് നല്ല മാറ്റം. പിന്നെ പുള്ളിയാണ് എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറയുന്നത്. പുള്ളിക്ക് കിട്ടിയ റിസൾട്ട് എല്ലാവരോടും. അങ്ങനെ റെഡ് പേസ്റ്റ്, ചാമ്പി തൈല്, ഇതെല്ലാം ഇപ്പൊ ഞങ്ങളുടെ വീട്ടില് ഉപയോഗിക്കുന്ന റെഡ് പേസ്റ്റ്. ഈ ചാമ്പിത്തൈല ഇല്ലാതെ എന്റെ കുഞ്ഞുങ്ങൾ കുളിക്കത്ത് പോലും ഇല്ല. അവരാണ് എല്ലാവരോടും പറഞ്ഞത് ചാമ്പിത്തൈല. എന്നാ പറ്റിയ ചാമ്പിത്തൈലും വുണ്ട് ഹീലിങ്, ഇവരാണ് എല്ലാവരും റിസൾട്ട് പറഞ്ഞത്. ഞങ്ങളത് വെച്ചാൽ മതി, എന്ത് പറ്റിയാലും മോൻ പറയും, കുഞ്ഞു പോനാ, അവൻ പറയും, വുണ്ട് ഹീലിങ് എടുത്ത് വെച്ചു, ഇപ്പൊ പൊക്കോളൂ എന്ന് പറയും. അവരാണ് എല്ലാവരോടും പറയുന്നത്. അങ്ങനെ എല്ലാവർക്കും തന്നെ റിസൾട്ട് കൊടുക്കുന്നത് എന്റെ കുട്ടികളാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ റെഡ് പേസ്റ്റ് നന്നായിട്ട് പോകുന്നുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും ഞങ്ങളുടെ വീട്ടിൽ തന്നെ കിട്ടിയത് ഹസ്ബൻഡിന്റെ പെങ്ങളുടെ ഭർത്താവിന് മൈഗ്രെയിനും ഉണ്ടായിരുന്നു, അതുപോലെ ഇയർ ബാലൻസിലെ പ്രശ്നം ഉണ്ടായിരുന്നു. അങ്ങനെ ചാമ്പിത്തൈല മാത്രമേ കൊടുത്തുള്ളൂ. അത് തേച്ച് നന്നായിട്ട് ഇപ്പം മാറി, നല്ല മാറ്റമുണ്ട്. അതുപോലെ മോക്ക് തുമ്മലിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു, ഭയങ്കര അലർജി. അത് പ്രോനാസിയ മാത്രമേ ഉപയോഗിച്ചുള്ളൂ, അത് നന്നായിട്ട് മാറി കിട്ടി. പിന്നെന്ന് പറഞ്ഞാല് അമ്മയ്ക്ക് നല്ല മാറ്റമുണ്ട്. ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ അമ്മച്ചി ഈ പ്രോഡക്റ്റ് എല്ലാം ഉപയോഗിക്കാൻ തുടങ്ങി. മേടിച്ച് വെച്ച എല്ലാ പ്രോഡക്റ്റും ഉപയോഗിക്കാൻ തുടങ്ങി. അമ്മ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ അമ്മയ്ക്ക് നല്ല മാറ്റമുണ്ട്. നീരെല്ലാം വലിഞ്ഞു, അത്യാവശ്യം നല്ല ജോലിയൊക്കെ, ഒരു ചട്ട് പോലായിരുന്നു അമ്മയ്ക്ക് നടക്കാനായിട്ട്. ഇപ്പൊ അതെല്ലാം മാറി അമ്മ നല്ല ഉഷാറായിട്ട് ജോലി ചെയ്യുന്നു. അമ്മ ഇപ്പൊ ഇവിടെ ഇല്ല, അമ്മ ബാംഗ്ലൂർ ജോലി ചെയ്യുന്നു. ഒരു കുഴപ്പവും, സന്തോഷമാണ്. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ എല്ലാവരും ഈ പ്രോഡക്റ്റുകളാണ് ഞാൻ കൂടുതൽ ഉപയോഗിക്കുക. കവചപ്രാശമാണേലും ഇപ്പോ അച്ചായനും മറ്റുള്ള എല്ലാവരും ഉപയോഗിക്കുന്നു. പിന്നെ ഞാൻ പുറത്ത് കിട്ടിയ റിസൾട്ട് പറയാം. ഞങ്ങളുടെ അടുത്തൊരു വീട്ടില് ഒരു ചേട്ടന് പൈൽസിന് ആദ്യം പൈൽസിന് കൊടുത്ത് ആ ചേട്ടന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ഇരിക്കാൻ പറ്റത്തില്ല, ഭയങ്കരമായിട്ട് ബ്ലഡ് പോകുന്നു, അങ്ങനെയൊക്കെ ഒരു അവസ്ഥയായിരുന്നു. ആ അവസ്ഥയിൽ ഞാൻ എന്നോട് പറഞ്ഞു, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ ഇങ്ങനെ പറഞ്ഞല്ലോ, എന്തെങ്കിലും എനിക്ക് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ കൊടുത്ത് കഴിച്ചൊരു 3-ാം ദിവസമായപ്പോഴേ ഓടി വന്ന് പുള്ളി വിളിച്ചെന്നെ, അശ്വതി ഇന്ന പോലെ എനിക്ക് നല്ലൊരു മാറ്റമുണ്ട്, എനിക്ക് എന്നാണേലും ഇനിയും വേണം ആ സംഭവം എന്ന് പറഞ്ഞു.
അങ്ങനെ ആ പ്രോഡക്റ്റ് കൊടുക്കാൻ തുടങ്ങി. പുള്ളിക്ക് നല്ല മാറ്റമുണ്ട്. അതിനിടയിൽ ഞാനൊരു ബിസിനസ് സ്റ്റാർട്ടിങ് സെറമണി നടത്തിയായിരുന്നു. അപ്പോൾ അവിടെ സാർമാരുടെ മുന്നിൽ ആ വ്യക്തി തന്നെ പറഞ്ഞതാണ് എനിക്ക് റിസൾട്ട് കിട്ടിയ കാര്യം. അതുപോലെ ശ്വാസം മുട്ടലിന് കൊടുത്തു. അതുപോലെ അടുത്തൊരു ആന്റിക്ക് ആ ശ്വാസം മുട്ടൽ ആന്റിക്ക് ഇപ്പം നല്ല മാറ്റമുണ്ട്. ആന്റിക്ക് നല്ല ആശ്വാസമുണ്ട്. ഒരു കുഴപ്പമില്ലെന്നാ പറഞ്ഞു. അന്ന് കൊടുത്തത് ശ്വാസം മുട്ടലിന് കൊടുത്തത് ആശ്വാസ്, കവചപ്രാശം, പിന്നെ കഫ്നില്. ആ മൂന്ന് പ്രോഡക്റ്റ് ആണ് ഞാൻ കൊടുത്തത്. പൈൽസിന് കൊടുത്ത പൈൽസിസി ടാബ്ലറ്റ്, പൈൽസിസി ക്യാപ്സ്യൂള്, പുള്ളാൻഡിസി, പ്രോബയോട്ടിക്, ഇമ്മ്യൂണോ 3+, ഇത്രയുമാണ് കൊടുത്തിരുന്നത്. അതൊക്കെ ഉപയോഗിച്ച് അവർക്കെല്ലാം നല്ല മാറ്റം വന്നു. പറഞ്ഞാൽ തീരാത്ത പോലെ ഉണ്ട് സാറേ റിസൾട്ട്. ഒത്തിരി ഉണ്ട്. ഈ അടുത്ത ദിവസം തന്നെ ഇന്നലെ തന്നെ ഞാൻ കൊടുത്താണ്. എൻ്റെ തൊട്ടടുത്ത വീട്ടിലെ അമ്മച്ചിക്ക് ഭയങ്കര തോളുവേദനയായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, നിക്ക് ഞാനൊരു സാധനം തരാം ഇപ്പൊ എന്ന് പറഞ്ഞു. റെഡ് പേസ്റ്റ് വാങ്ങിക്കുന്നതാണ്, എങ്കിലും ഞാൻ ഇപ്പൊ തന്നെ തരാമെന്നും പറഞ്ഞ് ഞാൻ വീട്ടിലിരുന്ന ജെല്ലും, നോവേദന ജെല്ലും ഇച്ചിരി ചാമ്പിത്തൈലവും കൂടെ ചൂടാക്കി പുള്ളിക്കാരിക്ക് തേച്ച് കൊടുത്തു. ഒരു 2 തവണ തേച്ച് കൊടുത്തപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു എനിക്ക് കൈയൊക്കെ പൊക്കാൻ പറ്റുന്നുണ്ട്. നല്ലൊരു റിസൾട്ടാണ്. ഇന്നലെ വൈകിട്ട് കിട്ടിയ റിസൾട്ടായത്. അത്രയ്ക്കും രാവിലെ തേച്ച് കൊടുത്തു, ഉച്ചയ്ക്ക് തേച്ച് കൊടുത്തു, വൈകിട്ട് 3 തവണ തേച്ച് കൊടുത്തപ്പോഴും പുള്ളിക്കാരി പറഞ്ഞു എനിക്കിപ്പോൾ നല്ലൊരു ആശ്വാസം ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ താരന് കൊടുത്ത് 2 ദിവസം മുന്നേ ഒരു കൊച്ചാണ്, അധികം വലിയ വയസ്സൊന്നുമില്ല, ആ മോക്ക് കൊടുത്തിട്ട് താരന് കൊടുത്തിട്ട് കൊച്ചു കിടന്നുറങ്ങത്തില്ല, രാത്രി മുഴുവൻ അങ്ങ് തലചൊറിച്ചില്ല. ഈ താരന് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ പിറ്റേ ദിവസം ആ കൊച്ചു അതുപോലെ അതിന്റെ അച്ഛൻ വിളിച്ചോണ്ട് പറഞ്ഞു, അശ്വതി നന്നായിട്ട് കിടന്നുറങ്ങി മോള്, നല്ല റിസൾട്ട് ഉണ്ടല്ലോ ഈ സാധനത്തിന്. അപ്പൊ അവര് എന്നോട് പറഞ്ഞു അവർ അച്ഛന് വയ്യാതിരിക്കുവാണ്, അവർക്ക് പ്രോഡക്റ്റ് കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ സാറിനോട് ഞാൻ സംസാരിച്ചായിരുന്നല്ലോ, അപ്പം അവർക്കും കൊടുത്തിട്ടുണ്ട്, അവർക്കും കൊടുക്കാനായിട്ടിരിക്കുന്നു. അതുപോലെ ഒത്തിരി പേർക്ക് കൊടുത്തിട്ടുണ്ട്. പറഞ്ഞാൽ തീരത്തില്ല. ഒത്തിരി പേര് തന്നെ എന്നോട് സ്റ്റാർട്ടിങ് സെറമണി കഴിഞ്ഞതിന് ശേഷം ഒത്തിരി പേര് എന്നോട് പ്രോഡക്റ്റുകൾ വാങ്ങിക്കുകയും വെൽഹാർട്ട് എല്ലാ പ്രോഡക്റ്റും തന്നെ എനിക്ക് പോകുന്നുണ്ട് നന്നായിട്ട് തന്നെ. ഏതാ പറയണേന്ന് പോലും അറിയത്തില്ല, അതുപോലെ എനിക്ക് റിസൾട്ടുകൾ ഉണ്ട്. കേക്കാമോ സാറേ? അതുപോലെ കേക്കാലോ. പിന്നെ സാറേ സമയക്കുറവ് മൂലം ഞാൻ നിർത്തി സാറേ. ഒത്തിരി റിസൾട്ട് ഉണ്ട്, പറയാനാണ് ഒത്തിരി റിസൾട്ടാണ് എനിക്ക്. പിന്നെ എന്നെ ഈ അവസരത്തിലേക്ക് കൊണ്ടുവന്ന എന്റെ ലീഡേഴ്സായ സാജൻ സാറിനും ഷൈനി മേഡത്തിനും പിന്നെ സന്തോഷ് സാറിനും സുനീഷ് സാറിനും രഞ്ജിത്ത് അമ്മ സാറിനും നന്ദി പറയും സാറേ. ഓക്കെ അശ്വതി മേഡം, എന്തായാലും ഓടി വന്ന് ഇത്രയും റിസൾട്ട് വന്ന് പറഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ഇനി ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ. ഓൾഡും ഹസ്ബൻഡ് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹം ആ പ്രൊഡക്റ്റ്, അതായത് നമ്മുടെ റെഡ് പേസ്റ്റ് ഉപയോഗിച്ചതിന് ശേഷം നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നു. നന്നായിട്ട് വർക്ക് മുന്നോട്ട് പോട്ടെ എന്ന് ആശംസിക്കുകയാണ്. അടുത്ത ആളിലേക്ക് നമുക്ക് പോകാം. അടുത്ത ആള് കട്ടപ്പന സ്വദേശിയായ